എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മാഹിയിലാണ്. മാഹിയിൽ ഫ്ലവർ ഷോ കാണാനാണ് നമ്മൾ പോകുന്നത്. പോണ്ടിച്ചേരി ഗവൺമെൻറ് കീഴിലായതുകൊണ്ട് തന്നെ ഇവിടെ എൻട്രി ഫീ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഫോട്ടോസ് എടുക്കാനൊന്നും വേറെ ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ ഗവൺമെൻറ് എങ്ങാണ്ടാണെങ്കിൽ കേരള ഗവൺമെൻറ് കീഴിലാണെങ്കിൽ ഈ എൻട്രി ഫീ വേറെ കൊടുക്കേണ്ടി വരും. നമ്മൾ ഫോട്ടോ എടുക്കാൻ വേറെ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ പലതും ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആകെയുള്ള റെസ്ട്രിക്ഷൻസ് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് തൊടാൻ പാടില്ല എന്നുള്ളതാണ്. ഫ്ലവേഴ്സ് തൊട്ട് കഴിഞ്ഞാൽ ചീത്തയായി പോകും നമുക്കറിയാമല്ലോ. അപ്പോൾ വെൽ ഓർഗനൈസ് ആയിട്ട് അവരെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ പ്രത്യേകതരം ഫീലാണ് നമുക്ക് പോകുമ്പോൾ. ഇവിടെ അടുത്തുള്ള ആൾക്കാർ എന്തായാലും നേരിട്ട് തന്നെ പോയിട്ട് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാത്തവർ നമ്മളെ വീഡിയോയിലൂടെ കണ്ടോളൂ. പിന്നെ ഒരു ലൈറ്റ് മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് അവർ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വേറൊരു ലോകത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പോലെയുണ്ട്. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്, ഞങ്ങളും എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്ന് നമ്മളെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലോങ്ങായി പോകും നമ്മളെ വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വലിച്ചു നീട്ടാതെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ ഫുള്ളായിട്ട് ഈ ധാന്യങ്ങളില്ലേ, ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. അരി, ഗോതമ്പ് അങ്ങനെയുള്ള ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അത് മാത്രമല്ല ഇവിടെ കാഴ്ച. ഇവിടെ ഫ്ലവേഴ്സ് മാത്രമൊന്നുമല്ല കേട്ടോ. ഇവിടെ നമുക്ക് കുട്ടികൾക്ക് ഐസ്ക്രീം കഴിക്കാവുന്ന സ്ഥലമുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന സ്ഥലം അപ്പുറത്തുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല, കാരണം അവിടെ എല്ലാവരെയും പ്രൈവസീനെ ബാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഫ്രൂട്ട്സും ഇങ്ങനെ പലതരം ഫ്രൂട്ട്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുമാത്രമല്ല നമ്മളെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള കത്തിയാൾ, അരിവാൾ, ഇങ്ങനെ ഈ മണ്ണിന് കിളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളില്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇതും, മുറം. അന്ന് ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അറിയില്ലായിരിക്കും എന്താണ് മുറം, എന്താണ് പറ, അതൊന്നും അവർക്കറിയില്ല. അതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ പലതരം ഫലങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ചർക്ക, പിന്നെ അതേപോലെയുള്ള സംഭവങ്ങൾ, കലപ്പ, അങ്ങനെയുള്ള എല്ലാം ഒന്നും പേരറിയില്ല. പിന്നെ കുളൻ മരങ്ങളില്ലേ നമ്മളെ, അത്. പിന്നെ ടെറട്ടേറിയം പറയിട്ടുള്ള പ്രത്യേകതരം ചെടികളില്ലേ, അത്. അങ്ങനെയുള്ള പലതരം സംഭവങ്ങൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കാണാൻ പറ്റുന്നവരെന്തായാലും പോയി കാണാം. ഇതൊക്കെ കഴിഞ്ഞ് ഓരോ ചായയും കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.